بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. رب تمم بالخير والسعادة. رب زدنا علما وفهما وعقلا وأدبا كاملا وفقنا لما تحب وترضى. ബഹുമാനപ്പെട്ട ബുഖാരി ദർസിൻ്റെ 4-ാമത്തെ ദർസാണ് ഇന്ന് നാം നടത്തുന്നത്. ഹദീസുകൾ, ആ ഹദീസുകളുടെ ഐറ്റങ്ങൾ, മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഹദീസുകളെ എങ്ങനെയെല്ലാം വേർതിരിച്ചു എന്നുള്ളതാണ് ഇന്ന് നാം ഓതുന്നത്. ഹദീസുകൾ 2 സൈസ് ഹദീസുകളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഖ്റാർ ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്, തക്രീർ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമാകുന്ന, യഖീൻ കിട്ടുന്ന, ഉറപ്പ് കിട്ടുന്ന ഒരൈറ്റം ഹദീസുകൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായാലും പറഞ്ഞത് തന്നെയാണ്, അല്ലെങ്കിൽ ചെയ്തതാണ്, അല്ലെങ്കിൽ അംഗീകരിച്ചതാണ് എന്ന് ഉറപ്പുള്ള ഹദീസുകൾ. അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് ഖബർ മുത്തവാത്തിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസുകൾ. രണ്ടാമത്തെ ഒരു ഹദീസ്, ആ ഹദീസുകൾ മറ്റുള്ള തെളിവുകൾ കൊള്ള നോക്കിയിട്ട് ഇല്ലാതെ, അതൊരു റാവികൾ ഉദ്ധരിച്ചു എന്ന നിലക്ക് മാത്രം അത് യഖീനെ ഫൈദപ്പിക്കൂല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധരായ മഹാന്മാർ ഒരു കാര്യം ഉദ്ധരിച്ചാൽ അതിന് നിബന്ധനകൾ വരാൻ പോകുന്നുണ്ട്. ആ ഉദ്ധരിച്ച കാര്യം ഉണ്ടാകും എന്നുള്ള ലന്ന്, യഖീനില്ലെങ്കിലും വലബത്തുൽ ലന്ന് കിട്ടുന്ന ഹദീസുകൾ, ആ ഹദീസുകൾക്ക് ഖബർ വാഹിദ്, ഖബറുൽ ആഹാദ് എന്നുള്ള പേരിൽ അറിയപ്പെടും. ഖബറുൽ ആഹാദ് ചില കിതാബുകൾ ഖബർ വാഹിദ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആ ഖബർ വാഹിദ് പല ഐറ്റമുണ്ട്. അതിലാണ് സ്വഹീഹുള്ളത്. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തിയിട്ടുണ്ട് എന്നുള്ളത് 90% അല്ലെങ്കിൽ 99% ഉറപ്പുള്ളത്. അതിൻ്റെ താഴെയുള്ളതാണ് ഹസൻ, അതിനേക്കാളും താഴെയുള്ളതാണ് ലഈഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുമോ എന്നുള്ളതിൽ വളരെ അധികം സംശയമുള്ളത്. ഒന്നാമതായി പറഞ്ഞ ഹദീസ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടും എന്ന് പറയുന്നതിൽ ഉറപ്പുള്ളത്, യഖീനുള്ളത്, അതാണ് ഖബർ മുത്തവാത്തിർ. എന്താണ് ഖബർ മുത്തവാത്തിർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ധാരാളം സ്വഹാബികൾ ആ ഹദീസ് ഉദ്ധരിക്കുക, സ്വഹാബികളെ തൊട്ട് താബീങ്ങൾ
ധാരാളം താബിയങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുക. അവരെ തൊട്ട് താബിയങ്ങൾ, അവരെ തൊട്ട് അവരുടെ ശിഷ്യന്മാർ. താബിന്റെ ശിഷ്യന്മാർ എല്ലാവരും താബിയായിക്കൊള്ള താബിയങ്ങളുമാവാം. ഒരു ഉദാഹരണമായി പറയുന്നതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ കിതാബ് രചിക്കുന്ന ആ കാലം വരേക്കും ഓരോരോ മശായിഖന്മാരുടെ ഉസ്താദന്മാരുടെ ശൃംഖലയിലും ധാരാളം ആളുകൾ ഉണ്ടാവുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഹദീസുകൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള മുഹദ്ദിസീങ്ങളുടെ ആ പരമ്പര, അവരുടെ കാലത്ത് അവരിൽപ്പെട്ട ബുഖാരി ഇമാമിക്ക് ഈ ഹദീസിനെ ബുഖാരി ഇമാമിന്റെ ധാരാളം ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കുക. ആ ഓരോരോ ഉസ്താദന്മാരും വൈവിധ്യമായവ പല ആളുകളെ തൊട്ട്, അവരുടെ ഉസ്താദന്മാരായി പലരെ തൊട്ട്, അവരുടെ ഉസ്താദന്മാരായ പലരെ തൊട്ട്, അങ്ങനെ ഓരോരോ ശൃംഖലയിലും ധാരാളം ആളുകൾ, വ്യക്തികൾ ഒരു നിലക്കും അവർ പരസ്പരം ഒത്തുകൊണ്ടോ അല്ലെങ്കിൽ യാദൃശികമായോ കളവായി വരാൻ സാധ്യതയില്ലാത്ത അത്രയും ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ ഹദീസിനേക്കാണ് ഖബർ മുത്തവാത്തിർ എന്ന് പറയുന്നത്. എന്താണ് അവർ തെളിവ് മഹാന്മാർ പറഞ്ഞത്? ഒരു ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുക, ജമാഅത്തുൻ യബ്ലുഗൂന ഫിൽ കസ്റതി മബ്ലഗൻ തുഹീലുൽ ആദതു തവാതുഅഹും അലൽ കദിബി. കിദിബിന്റെ മേലിൽ പരസ്പരം ഒത്ത് കളവ് പറയലിന് സാധാരണഗതിയിൽ ആദത്ത് അതിനെ അസംഭവ്യമായി എണ്ണും. അത്രയും ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതിനേക്കാണ് മുത്തവാത്തിർ എന്ന് പറയുക. അത്രയും ആളുകൾ ഓരോരോ പരമ്പരയിലും ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ, ആ ഹദീസുകൾക്കുള്ള പേരാണ് ഖബറുൽ ആഹാദ് അല്ലെങ്കിൽ ഖബർ വാഹിദ്. അപ്പൊ ഖബറുൽ ആഹാദ് എന്നോ ഖബർ വാഹിദ് എന്നോ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ശൃംഖലയിലോ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തോ ഒരാൾ മാത്രം ഉണ്ടായത് എന്നല്ല അർത്ഥമുള്ളത്. തവാത്തുറിന്റെ അത്ര ഒരു നിലക്കും പരസ്പരം യോജിച്ച് കളവ് പറയാൻ സാധ്യതയില്ലാത്ത അത്ര ആളുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഹദീസ് എന്നാണ് ഖബർ വാഹിദ് എന്ന് പറഞ്ഞാൽ. ഈ ഖബർ മുത്തവാത്തിർ അത് യഖീനാണ്. അതിന് കിതാബുകളിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഉദാഹരണങ്ങൾ വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഖബറുൽ ആഹാദ്, ഈ ഖബറുൽ ആഹാദ് അല്ലെങ്കിൽ ഖബർ വാഹിദ് അത് 3 ഐറ്റമായി മഹാന്മാർ തിരിച്ചിട്ടുണ്ട്. ഒന്ന്, താബിഈങ്ങൾ 3 3-ൽ കൂടുതലോ ആളുകൾ, സ്വഹാബത്തിന്റെ ശിഷ്യന്മാർ, ആ സ്വഹാബത്തിന്റെ ശിഷ്യന്മാരെ താഴെയുള്ളവരും 3 3-ൽ കൂടുതലോ, അങ്ങനെ നമ്മളേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ മഹാന്മാരായ ഇമാമിയങ്ങളിലേക്ക് എത്തുന്നത് വരെ ഓരോരോ പരമ്പരയിലും 3 ആളിൽ കുറയാതെ ഉള്ളത്, അത് അതിൻ്റെ ഒരു ഐറ്റമാണ്. ആ ഹദീസിനേക്കാണ് ഖബർ വാഹിദിൽ നിന്നുള്ള മഷ്ഹൂറായ ഹദീസ് എന്ന് പറയുക. രണ്ടാമത്തത്, ഓരോരോ ഉസ്താദന്മാരുടെ തബക്കയിലും ഓരോ ബേച്ചിലും 2-ൽ കുറയാത്ത ആളുകൾ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് 2 ആളുണ്ടായാൽ ബാക്കിയുള്ളവർക്ക് എത്ര കൂടുതലാലും വേണ്ടില്ല, 2-ൽ കുറയരുത്. അങ്ങനെ വരുമ്പോൾ ഹദീസിനേക്കാണ് അസീസ് എന്ന് പറയുക. ഏതെങ്കിലും ഒരു മർത്തബയിൽ തബക്കയിൽ 2 ആളുകളുണ്ടായി, ബാക്കിയുള്ളവർക്ക് എത്ര ഉണ്ടായാലും വേണ്ടില്ല, ആ ഹദീസിന്റെ പേര് അസീസ് എന്നാണ്. അവിടെ നമ്മൾ മറ്റൊരു നിലക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറഞ്ഞവരുമുണ്ട്. 2-ൽ കുറയാത്ത ആളുകൾ
എത്ര ഉണ്ടായാലും അതിനൊക്കെ അസീസ് എന്ന് പറയും, അതോടുകൂടെ മഷൂർ എന്ന് പറയും. മൂന്നിൽ കുറയാത്ത ആളുകളുണ്ടെങ്കിൽ മഷൂർ എന്ന് പറയുള്ളൂ. വേറൊരു ഹദീസ്, മൂന്നാമത്തെ ഐറ്റം, ഏതെങ്കിലും ഒരു ത്വബഖയില് ഉസ്താദന്മാരുടെ ഓരോ മശായിഖന്മാരുടെ ഒരു റാവി, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അങ്ങനെ റസൂലുള്ളാഹിലേക്ക് മുട്ടുന്ന ഏതെങ്കിലും ഒരു പരമ്പരയിൽ, ഏതെങ്കിലും ഒരു സമകാലീനരിൽ, അതാ ത്വബക്കാരനാല്, ആ ത്വബക്കത്തില് ഓരോരോ സമകാലീനരിൽ ഒരാൾ എവിടെങ്കിലും ഒന്ന് വന്നാൽ ആ ഹദീസിനെ സംബന്ധിച്ചാണ് ഗരീബായ ഹദീസ് എന്ന് പറയുക. ആ ഹദീസിന്റെ പേര് ഗരീബ് എന്നാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഹദീസ് ഗരീബ് എന്ന് പറഞ്ഞാൽ അത് ലഈഫാണ് എന്ന് ഉറപ്പുള്ളത് എന്നല്ല. ആ ഗരീബായ ഹദീസിന് അതിൻ്റെ മുമ്പുള്ള ഹദീസുകളിലെല്ലാം ലഈഫും ഉണ്ടാവാം, ഹസനും ഉണ്ടാവാം, സഹീഹും ഉണ്ടാവാം. ഗരീബായ ഹദീസിൽ ഏതെങ്കിലും ഒരു സമകാലീനർ റിപ്പോർട്ട് ഉസ്താദന്മാർ ഒരാൾ വന്നുപെട്ടാൽ ആ ഹദീസിനെ പറ്റി ഗരീബ് എന്ന് പറയും. അതോടുകൂടെ ഈ ഒരാളും അവരുടെ മുമ്പുള്ള ആളുകളും ശേഷമുള്ളവരും എല്ലാവരും സ്വഹീഹിന് പറഞ്ഞ നിബന്ധനകൾ മുഴുവനും പാലിച്ചവരാണെങ്കിൽ ഈ ഗരീബായ ഹദീസ് സ്വഹീഹായ ഹദീസായിട്ട് വരും. അപ്പൊ ഗരീബ് എന്ന് പറയലുകൊണ്ട് മാത്രം ആ ഹദീസിനെ പറ്റി ലഈഫ് എന്ന് ആരും വിധി പറയരുത്. മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. ധാരാളം ഹദീസുകൾ ഈ പറയപ്പെട്ട രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, തവാത്തുർ. ഈ തവാത്തുർ എന്ന് പറഞ്ഞാൽ മുത്തവാത്തിറായ ഹദീസുകൾ ഇന്ന് ലോകത്ത് ധാരാളമുണ്ട്. അതുപോലെ ഗരീബായ ഹദീസുകൾ, ഒരു ഹദീസിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പരമ്പരയിൽ ഒരാൾ മാത്രം കുടുങ്ങിയിട്ടാണ് എന്ന് നമ്മളെപ്പോഴത്തെ ഇക്കാലത്തുള്ള ആളുകളെ കൊണ്ട് അതെല്ലാം തിട്ടപ്പെടുത്തി പറയാൻ പ്രയാസമാണെന്നാണ് ഇമാമികൾ പറയുന്നത്. അത് മുമ്പുള്ളവർ തന്നെ പറയണം. കാരണം ഈ ഹദീസിൻ്റെ കിതാബുകളായി മഹാന്മാർ രചിച്ച ആയിരക്കണക്കിന് കിതാബുകൾ, അത് മുഴുവനും പരിശോധിച്ച് ഈ ഹദീമത്തിന് എവിടെയെല്ലാം വന്നോ അവിടെയെല്ലാം ഈ ത്വബഖയിൽ ഒരാൾ മാത്രം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം മാത്രമേ ആ ഹദീസിനെ സംബന്ധിച്ച് അത് ഗരീബാണെന്ന് വിശദീകരിക്കാൻ പറ്റുള്ളൂ. വളരെ ചിന്തിക്കേണ്ട വിഷയമാണത്, വളരെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത് മഹാന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്, മഹാന്മാർ പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറയുന്നുണ്ട്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മാത്രം പറഞ്ഞ ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഗരീബാണ്. മുസ്ലിമിൽ അത് പ്രത്യേകമായി ഉണർത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ബാബു നഹി അൻ ബൈഇൽ വലാഇ വഹിബതിഹി എന്നൊരു ബാബ്, ഒരാൾ അടിമയെ ഇത്ത്ക്ക് ചൊല്ലിയാൽ ആ അടിമയുടെ അധികാരം അത് ഇത്ത്ക്ക് ചൊല്ലിയതായ മുതലാളിക്കാണ് ലഭിക്കുക. പെണ്ണാണെങ്കിൽ കെട്ടിക്കാനുള്ള അധികാരം അവനക്ക് നേരിട്ടുള്ള ഔലിയാക്കളില്ലെങ്കിൽ, ഉപ്പ വല്യപ്പ ഇങ്ങനെയുള്ള ആളുകളൊന്നുമില്ല, അവർക്ക് ആകെ ഇത്ത്ക്ക് ചൊല്ലിയ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവനിക്കുള്ള വലാ, അവൻ്റെ അധികാരം, അവൻ്റെ രക്ഷാധികാരി, പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി മരിച്ചാലുള്ള മുതലിൻ്റെ അവകാശിയും ഈ ഇത്ത്ക്ക് ചൊല്ലിയ ആൾ തന്നെയാണ്. വലിയ വിഷയമാണല്ലോ, കിതാബിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ആ ബാബ് വലാഇനെയും ഇബത്ത് വിൽക്കലിനെയും ഇബത്ത് കൊടുക്കലിനെയും തൊട്ട് നെഹിയുണ്ട് എന്ന് പറയുന്ന ബാബാണ് എന്ന് പറഞ്ഞ ബാബിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കണം, 1506 ഹദീസാണ് മുസ്ലിമിലെ.
حدثنا يحيى بن يحيى التميمي قال أخبرنا سليمان بن بلال عن عبد الله بن دينار عن ابن عمر رضي الله عنهما وعنهم أن رسول الله صلى الله عليه وسلم نهى عن بيع الولاء وعن هبته. ഇവിടെ മത്തിനാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അൻ ബൈഇൽ വലാഇ വഅൻ ഹിബതിഹി. ഇത് ഉദ്ധരിച്ചതിന് ശേഷം ഇമാം മുസ്ലിം പറയാണ് കാല മുസ്ലിമുൻ, മുസ്ലിം എന്ന മഹാൻ പറഞ്ഞു, മുസ്ലിം എന്ന പറയാണ്, ഞാൻ പറയുന്നു പറഞ്ഞു പകരമായിട്ട്, അന്നാസു കുല്ലുഹും ഖിയാലുൻ അലാ അബ്ദില്ലാഹി ഇബ്നു ദീനാരിൻ ഫീ ഹാദൽ ഹദീസ്. ഈ ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ ദീനാർ എന്ന മഹാന്റെ പേരിൽ എല്ലാവർക്കും കടപ്പാടുണ്ട്, എല്ലാവരും അവരുടെ ഇയാലാണ്. കണ്ടോ? അപ്പൊ ഈ ഹദീസിനിക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായി വരുന്ന താബിയായ അബ്ദുല്ലാഹി ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, അവരുടെ ശേഷം ഈ സനദിൽ സുലൈമാൻ ബിൻ ബിലാൽ എന്നവരാണ് നമ്മൾ വായിച്ചല്ലോ. ഈ അബ്ദുല്ലാഹി ബിൻ ദീനാറിന് ധാരാളം ശിഷ്യന്മാരുണ്ട് റളിയല്ലാഹു അൻഹും, ശിഷ്യന്മാരുമുണ്ട്. പക്ഷേ ഏത് ഭാഗത്തിൽ കൂടെ വന്നാലും ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മുഖേനയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഹദീസിനിക്ക് അബ്ദുല്ലാഹി ഇബ്നു ദീനാർ എന്ന മഹാൻ മാത്രമാണ് ഇതിൻ്റെ താബിഈയായിട്ടുള്ളത്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശിഷ്യനായിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശിഷ്യനായിട്ട് വേറെ കുറേ ആളുകളില്ല. അതുകൊണ്ട് ഈ ഹദീസ് ഗരീബായ ഹദീസാണ്. അതാ അന്നാസു കുല്ലുഹും ഇയാലുൻ അലാ അബ്ദുല്ലാഹി ഇബ്നു ദീനാരിൻ ഫീ ഹാദൽ ഹദീസ്. അപ്പോൾ ഹദീസ് ഗരീബ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്വഹാബത്തിൻ്റെ ശേഷമുള്ള ഏതെങ്കിലും ഒരു തൊബഖയിൽ ഒരാൾ മാത്രമായി വന്നാൽ ഹദീസ് ഗരീബ് എന്ന് പറയും. അതിനപ്പുറം എത്ര ഉണ്ടായിരുന്നില്ല. മുസ്ലിം തന്നെ ഇതേ ഹദീസിന് സനദ് വേറെയും പറയുന്നുണ്ട്. പക്ഷെ അതും ചെന്ന് മുട്ടുന്ന അബ്ദുല്ലാഹി ദീനാറിലേക്കാണ്. പിന്നെ ചിന്തിക്കേണ്ട വിഷയം ഞാൻ പറഞ്ഞു, മഷൂർ, അസീസ്, ഖരീബ് പല ഐറ്റങ്ങളുണ്ട്. ഞാനതിൽ കിടക്കുന്നില്ല. ഇവിടെ എല്ലാം ഓരോരോ തബക്കയിലും 3 ആള് അതിൽ കൂടുതലുണ്ടായാൽ മഷൂർ, 2 ആളോ അതിൽ കൂടുതലുണ്ടായാൽ അസീസ്. എവിടെങ്കിലും ഒരാളായി വന്നാൽ ആ ഹദീസിനെ പറ്റി ഗരീബ് എന്ന് പറയും. അവിടെ മഹാന്മാർക്ക് ചർച്ച ഉണ്ട്. അത് സ്വഹാബി ആയാലോ ഒരാള്, സ്വഹാബി ആയാലോ 2 ആള്, സ്വഹാബി ആയാലോ 3 ആള്. എന്നാൽ ഹദീസിനെ പറ്റി മഷൂർ എന്നും അസീസ് എന്നും ഗരീബ് എന്നുള്ള പേര് വരുമോ? അവിടെ പ്രത്യേകമായി മഹാന്മാർ പറയുന്നത് സ്വഹാബത്തിനിക്ക് എണ്ണം പരിഗണിക്കൂല. ഒരു സഹാബിയെ തൊട്ട് താബീങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, താബികളും ധാരാളം, ഓരോരോ തബക്കയിലും ധാരാളം ആളുകളുണ്ടെങ്കിൽ ഹദീസ് മുത്തവാത്തിറാണ്. അതുപോലെ 2 സ്വഹാബികൾ അല്ലെങ്കിൽ 1 സ്വഹാബികൾ അല്ലെങ്കിൽ 3 സ്വഹാബികൾ അതിൽ കുറഞ്ഞത് റിപ്പോർട്ട് ചെയ്താലും അവിടുന്ന് അങ്ങോട്ടുള്ള പരമ്പരയിൽ എത്ര ആളുകൾ ഉണ്ടെങ്കിലും ആ ഹദീസിനെ സംബന്ധിച്ച് മഷൂർ എന്നോ ഒരു സഹാബിയെ തൊട്ട് 3 ആൾ റിപ്പോർട്ട് ചെയ്തു, അവരെ തൊട്ട് വേറെ 3 ആൾ, അവരെ തൊട്ട് 3 ആൾ റിപ്പോർട്ട് ചെയ്താൽ ആ ഹദീസ് മഷൂറാകും. അതുപോലെ ഒരു സഹാബിയെ തൊട്ട് 2 2ൽ കൂടുതലോ ആ 2 ആൾ വേറെങ്കിലും സ്ഥലത്ത് 2 ആളായി വന്നിക്കുകയാണെങ്കിൽ ഹദീസ് അസീസാകും എന്ന് മഹാന്മാർ പ്രത്യേകമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹദീസിൻ്റെ ഈ വ്യത്യാസത്തിൽ പ്രത്യേകമായി സ്വഹാബികളല്ലാത്തവരെ പരിഗണിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിനും അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് തന്നെയാണ് അബ്ദുല്ലാഹി ദീനാറിൻ്റെ ഹദീസ് പോയി ചെന്ന് മുട്ടുന്നത്. എന്നാലും അബ്ദുല്ലാഹി ഇബ്നു ദീനാർ ഒറ്റപ്പെട്ടു എന്നതിനാണ് ആ ഹദീസിനെ സംബന്ധിച്ച് ഗരീബ് എന്ന് പേര് ലഭിച്ചത്. പിന്നെ മുത്തവാത്തിറായ ഹദീസ് കുറേ രൂപത്തിലുണ്ട്. എങ്ങനെ ഒരു ഹദീസ് മുത്തവാത്തിറങ്ങൾ? അങ്ങനെ ചില ആളുകളെല്ലാം പറഞ്ഞിട്ട് മുത്തവാത്തിറായ ഹദീസുകൾ വളരെ കുറവാണെന്ന് പറഞ്ഞവരുണ്ട്.
എന്നാൽ മുത്തവാത്തിർ അങ്ങനെയല്ല. മുത്തവാത്തിറായ ഹദീസുകൾ ധാരാളമുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ച് നമ്മൾ ഹദീസ് എന്ന് സനദ് പറയേണ്ടതല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 വക്ത് നിസ്കരിച്ചു, നബി തങ്ങൾ നിസ്കരിച്ചു, സ്വഹാബത്ത് അങ്ങനെ നിസ്കരിച്ചു, താബീകൾ അങ്ങനെ നിസ്കരിച്ചു. അതങ്ങനെ നടന്നു പോരുന്നൊരു സംഭവമാണ്. അത് മുത്തവാത്തിറാണ്. ഇപ്പൊ മുത്തവാത്തിറായ ഹദീസുകൾ എവിടെ നോക്കിയാൽ അതാണ് നമ്മുടെ മുമ്പിൽ അധികവുമുള്ളത്. നിസ്കാരത്തിന്റെ റക്അത്തുകൾ, 5 വക്ത് നിസ്കാരങ്ങൾ, അതുപോലെ ഹജ്ജ്, അതുപോലെ നോമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുത്തവാത്തിറായി വന്നതാണ്. അതാണ് മഹാന്മാർ പറയുന്നത് തവാത്തുറു അലാ അർബഅത്തിൻ. തവാത്തുർ 4 ഐറ്റത്തിലുണ്ട്. ഒന്ന് തവാത്തുറുൽ ഇസ്നാദ്, ഇസ്നാദിലുള്ള തവാത്തുർ. റാവികൾ എല്ലാ തബക്കയിലും കിദിബിന്റെ മേലിൽ ഒക്കൽ മുഹാലായ അത്രയും ആളുകൾ ഉണ്ടാവുക. അതിന് ഉദാഹരണമായി പറഞ്ഞ ഹദീസാണ് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. ഈ ഹദീസ് ആരെങ്കിലും എൻ്റെ മേൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ്റെ സീറ്റോ നരകത്തിൽ ഉറപ്പിക്കട്ടെ. ഈ പറഞ്ഞ ഹദീസ് സ്വഹാബത്തിൽ നിന്ന് തന്നെ 62 ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇബ്നു സലാഹ് എന്ന മഹാന്മാർ പറയുന്നത്. വേറെ ചില മഹാന്മാർ പറഞ്ഞ 100-ലേറെ സ്വഹാബികൾ. നബി ഇമാം പറഞ്ഞത് 200ഓളം ആളുകൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഈ ഹദീസ് എന്നോട് ഉദ്ദേശിക്കുന്നത് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. നബി തങ്ങളെ പേരിൽ കളവ് പറയുന്നത് വലിയ കുറ്റമാണെന്നതിനുള്ള ഹദീസ് ധാരാളം വന്നിട്ടുണ്ട്. 200-ൽ കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നബി ഇമാം പറയുന്നത്. അതുപോലുള്ള ധാരാളം ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാതിമുൻ നബിയീനാണ് എന്നതിൻ്റെ ഹദീസ് 150-ൽ കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസിന് തന്നെ സ്വഹാബികൾ മാത്രം 30-ൽ കൂടുതൽ സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസുകൾ. ആ ഖത്മുൻ നുബുവത്തിന്റെ ഹദീസുകൾ സിഹാഉ സിത്തയിലും മാത്രം വൈവിധ്യമായ ത്വരീഖത്തോട് കൂടെ 30 വന്നിട്ടുണ്ട്. സ്വഹാബത്ത് 30 ആളെന്നല്ല. അപ്പൊ ഒന്നതാണ് ഇസ്നാദോട് കൂടെ തന്നെ ധാരാളം സനദോട് കൂടെ വന്ന ഹദീസുകൾ. മറ്റൊന്നാണ് തവാത്തുർ ത്വബഖ, ഓരോരോ സമകാലീനരിലും ഓരോരോ കാലഘട്ടങ്ങളിലും തവാത്തുറായി വന്നത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നിസ്കാരത്തിന്റെ എണ്ണങ്ങളൊക്കെ പറ്റി പറഞ്ഞ മാതിരി തന്നെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, ഓരോരോ സൂറത്തുകൾ, അതെല്ലാം ഓരോരോ കാലത്തും അത് മുത്തവാത്തിറായി ഇന്ന് വരെ അങ്ങനെ തന്നെ വന്നതാകുന്നു. പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തോ ഒരു സൂറത്തോ ഒരു ഹർഫോ അത് നബിന്റെ കാലത്ത് ഉള്ളതല്ല എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. എന്താ കാരണം? അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു എതിർപ്പുമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ഓതിപ്പോരുന്നതാണ്. അത് നമുക്ക് ഉറപ്പുണ്ട്. മൂന്നാമത്തത് തവാത്തുറു അമലിൻ വതവാത്തുരി തവാറുസിൻ. അമൽ ചെയ്ത് പാരമ്പര്യമായി അമൽ ചെയ്തു പോരുന്നത്, കാബിറൻ അൻ കാബിർ, ഓരോരുത്തർ കൈമാറി പോരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരേക്കും. ഉദാഹരണം, വുളൂന്റെ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ എന്നുള്ളത്. വുളൂന്റെ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണെങ്കിലും അത് സുന്നത്താണെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. നാലാമത്തത് തവാത്തുൽ ഖദറിൽ മുസ്തറക്കി, ഒരു വിഷയത്തിന്റെ ആകെ ടോട്ടൽ അത് മുത്തവാത്തിറാണ്. ഓരോരോ ജുസിയാത്ത് മുത്തവാത്തിറാണോ അല്ലേ എന്നുള്ളതും അതിന്റെ രൂപങ്ങൾ മുത്തവാത്തിറല്ലെങ്കിലും അതിന്റെ അസ്ല്, ആ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മുത്തവാത്തിറാണ്. അതിന് പറഞ്ഞൊരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ട് മുമ്പ് മരണപ്പെട്ടു പോയ അദി എന്നവരുടെ പിതാവായ ഹാത്തിം എന്ന ഒരു മഹാവ്യക്തി. നബി തങ്ങളെ കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനാണ്. ആ ധർമ്മിഷ്ഠനാണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. അത് മുത്തവാത്തിറാണ്.
പക്ഷെ എന്താണ് അയാൾ ധർമ്മം കൊടുത്തിരുന്നത്? അത് ചില ആളുകൾ പറയും ഒറ്റയടിക്ക് 100 ദീനാർ കൊടുത്തു, 50 പവൻ കൊടുത്തു. വേറെ ആൾ പറയും അയാൾ ആയുധങ്ങൾ മുഴുവനും കൊടുത്തു, 100 ഒട്ടകം കൊടുത്തു. ഇങ്ങനെ പല സംഭവങ്ങൾ പറയും. ആ ഓരോരോ കൊടുത്തതിൻ്റെ കണക്കുകൾ ആഹാദാണെങ്കിലും പക്ഷെ എല്ലാവരും പറയുന്നതിൻ്റെ ചുരുക്കം എന്താ? അയാൾ ഒരു ധർമ്മിഷ്ഠനായിരുന്നു. അതാ ഖദർ മുസ്തറക്ക്, അത് മുത്തവാത്തിറ. അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഷജാഅത്തിൻ്റെ രംഗങ്ങൾ വിശദീകരിക്കുന്നോർത്ത് ചിലപ്പോൾ ഓരോന്നിലും ധാരാളം ആളുകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ എല്ലാവരും കൂടിയും പറഞ്ഞതിൻ്റെ ടോട്ടൽ അലി റളിയല്ലാഹു അൻഹു വലിയ ശുജാഇയായിരുന്നു എന്ന് കിട്ടും. അത് മുത്തവാത്തിറാണ്. ഇങ്ങനെയാണ് മുത്തവാത്തിറിനെ മനസ്സിലാക്കേണ്ടത്. അത് ധാരാളം ഉണ്ട് തന്നെയാണ്. അത് കുറച്ചേ ഉള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തവാത്തുറിൻ്റെ ഐറ്റംസുകളും അതിൻ്റെ രൂപങ്ങളും മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ്. എന്നാലും ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മുത്തവാത്തിറായ ഹദീസുകൾ 10,000-ൽ കൂടുതലുണ്ട്, ഈ 10,000-ൻ്റെ അടുത്തുണ്ട്. പിന്നെ മഷ്ഹൂർ, അസീസ്, അതും ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണം മഷ്ഹൂർ ഒരു ഹദീസ് പറഞ്ഞുതരാം ഉദാഹരണമായിട്ട് മനസ്സിലാക്കാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരിയുടെ ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടാണ് ബുഖാരിയിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഈ ഹദീസിനെ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത് ഖത്താദ എന്ന് പറയുന്ന താബിഈ. അതുപോലെ അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഖത്താദിനെ തൊട്ട് ശുഅബ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഈദ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ അസീസ് ഇസ്മായിൽ ഇബ്നു ഉലയ്യ, അബ്ദുൽ അസീസ് ഇസ്മായിൽ ഇബ്നു ഉലയ്യ എന്നിവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖത്താദിനോട്ട് റിപ്പോർട്ട് ചെയ്ത മാതിരി തന്നെ ഖത്താദിന്റെ അതേ സ്ഥാനത്തേക്കാണ് അബ്ദുൽ അസീസ് ഇസ്മായിൽ ഇബ്നു ഉലയ്യ, മഹാനായ മുഹദ്ദിസാണ്. അബ്ദുൽ വാരിസ് എന്നൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഓരോരോ തബക്കയിലും 2ഉം 3ഉം ആളുകൾ കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഹദീസ്. അപ്പോൾ അത് മഷ്ഹൂറായ ഹദീസാണ്. അതുപോലെ അസീസായ ഹദീസുകൾ ധാരാളമുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മഷ്ഹൂറായ ഹദീസുകൾ മുഴുവനും സ്വഹീഹ് എന്ന് പറയാൻ പറ്റൂല. അൽ മഷ്ഹൂറു ഖിസ്മാനി സ്വഹീഹും വഗൈറുഹു. സ്വഹീഹുണ്ട്, സ്വഹീഹ് അല്ലാത്തതുണ്ട്. സ്വഹീഹ് അല്ലാത്തതിന് ഹസനുണ്ട്, ദഈഫുണ്ട്. പിന്നെ മഷ്ഹൂർ തന്നെ അഹ്ലുൽ ഹദീസിന്റെ അടുക്കൽ മഷ്ഹൂറായതുമുണ്ട്, സാധാരണ ജനങ്ങളുടെയും ആലിമീങ്ങളുടെയും അടുക്കൽ മഷ്ഹൂറായതുമുണ്ട്. അതുപോലെ തന്നെയാണ് അസീസിൻ്റെയും കാര്യം. അസീസ് ആയതുകൊണ്ട് മാത്രം അത് സ്വഹീഹാണെന്ന് പറയാൻ പറ്റൂല. അതിൻ്റെ സനദിലുള്ള ഓരോരുത്തരെയും പറ്റി പഠിക്കണം. കാരണം ഏതെങ്കിലും കള്ളന്മാർ ഇടയിൽ കടന്നുകൂടിയാൽ, കുറേ കള്ളന്മാർ കടന്നുകൂടിയിട്ട് എന്തെങ്കിലും ഒരു ഹദീസ് പലതായി പറഞ്ഞാൽ, പലതിലേക്ക് കൂട്ടിയാൽ ആ ഹദീസ് കളവായി വരും. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം എല്ലാം വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഹദീസുകൾ ഖബർ മുത്തവാത്തിറായാൽ അതിൻ്റെ സനദ് നോക്കേണ്ടതില്ല. അത് ആര് പറഞ്ഞോ നോക്കേണ്ടതില്ല. നമ്മൾ മാസം കാണോടത്തും പെരുന്നാളോടത്തും കൊടുത്തു കൊള്ളമാതിരി തന്നെ ഒരു നാട്ടിലുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ മാസം കണ്ടു. ഖബർ മുത്തവാത്തിർ ഷർത്താണ് ഈ പറയുന്ന വിഷയം പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട്, പ്രത്യേകിച്ചും കണ്ണുകൊണ്ട് കണ്ടിട്ടോ വായ കൊണ്ട് ചെവി കൊണ്ട് കേട്ടിട്ടോ ഉള്ള കാര്യങ്ങളായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴേ അത് ഖബർ മുത്തവാത്തിർ ഹുജ്ജത്തായി വരുള്ളൂ, യഖീനെ ഫൈദപ്പിക്കുള്ളൂ. അഖലിയായ വിഷയങ്ങൾ പറ്റൂല. അപ്പോൾ ഒരു പ്രദേശത്തെ ആളുകൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും മാസം കണ്ടു.
അവർ കളവ് ഒത്തു പറയാൻ സാധ്യതയില്ലാത്ത അത്രയും ആളുകൾ, ചെറിയവരും വലിയവരും ഒരു ഗ്രൂപ്പുകാരും അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യഖീനാണ് എന്നാണ്. അവിടെ മാസം ഉറപ്പിക്കാൻ കാതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? മാസം പറഞ്ഞോളൂ, ഉറപ്പായില്ലേ? യഖീനെ ഫൈദപ്പിക്കും. അതിനിക്ക് ഖബർ മുത്തവാത്തിറാകുമ്പോൾ അത് പറയുന്ന ആളുകൾ ആര് എന്ന് നോക്കുകയേ വേണ്ട, എത്ര ആളുണ്ട് നോക്കിയാൽ മതി. ഖബർ മുത്തവാത്തിർ അല്ലാത്തവരാകുമ്പോൾ അത് ഖബർ വാഹിദാണ്, ഖബർ ആഹാദാണ്. അതിൻ്റെ റാവികളെ സംബന്ധിച്ച് വ്യക്തമായ പരിജ്ഞാനം, വ്യക്തമായ അറിവുകൾ ഉണ്ടായിരിക്കണം. പക്ഷെ ഒരു ഹദീസ് മഷൂറാണോ, അതല്ല അസീസാണോ, അതല്ല ഗരീബാണോ എന്ന് കണക്കെടുക്കൽ, അത് സഹീഹാവാ ദഈഫാവാ ഹസനുവാ, അതോടുകൂടാതെ ഏത് ഐറ്റത്തിൽപ്പെട്ടതാണ് എന്ന് തീരുമാനിക്കണമെങ്കിൽ ഹദീസിൻ്റെ കിതാബുകൾ ധാരാളം മുത്താല ചെയ്തതിന് ശേഷം മാത്രമേ ഇന്നത് ഇന്നതാണെന്ന് വിശദീകരിക്കാൻ പറ്റുള്ളൂ. അതെല്ലാം പരിശോധിച്ച് വ്യക്തമാക്കി മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. ഓരോരുത്തരും സ്വയഭിപ്രായം എന്ന് വെച്ച് പറയാൻ പറ്റൂല.